ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ രാജിവെച്ചു. രാജിക്കത്ത് പാർലമെന്റ് സ്പീക്കർക്ക് കൈമാറി. പ്രസിഡന്റിന്റെ വക്താവ് രാജിവാർത്ത സ്ഥിരീകരിച്ചു. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ അവസാന ഉന്നതതല പ്രതീകവും അധികാരമൊഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്തായാലും വളരെ നാളുകളായുള്ള നാടകീയ നീക്കങ്ങൾ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ നടന്നിരുന്നു. അതിന് പിന്നാലെയല്ലേ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു രാജി? വിഷ്ണു, 2 വർഷം കൂടി കാലാവധി കഴിയാൻ ശേഷി നിൽക്കെയാണ് ഇപ്പോൾ മുഹമ്മദ് ഷഹാബുദ്ദീൻ ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അവാമി മോർച്ചയുമായി അടുത്ത ബന്ധം പുലർത്തിയ അവസാന നേതാവാണ് സ്ഥാനമൊഴിയുന്നത് എന്നുള്ള ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഷിഹാബുദ്ദീൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വലിയ രാഷ്ട്രീയ നീക്കമുണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മേൽ ഭരണപക്ഷം അതിശക്തമായ സ്വാധീനം ചെലുത്തുകയായിരുന്നു. ഷെയ്ഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരും എന്നുള്ള അത്തരം പ്രതിധ്വനികൾ ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങളിലും അലയൊലി നടക്കുന്നുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനി പ്രസിഡന്റ് സ്ഥാനത്ത് ഷിഹാബുദ്ദീൻ തുടർന്നാൽ അത് ഷെയ്ഖ് ഹസീനയ്ക്ക് കൂടുതൽ വേരുണ്ടാക്കും, അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കും എന്നുള്ളതാണ് ഭരണപക്ഷം കണക്കുകൂട്ടിയത്. അങ്ങനെ പ്രസിഡന്റിന് മേൽ രാജ്യസമ്മർദ്ദം ശക്തമാക്കിയായിരുന്നു. വിദേശത്തായിരുന്ന സ്പീക്കർ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ഈ നാടകീയ നീക്കങ്ങളുണ്ടായത്. ഏതായാലും ഭരണഘടന പ്രകാരം തൽക്കാലം സ്പീക്കർ ആയിരിക്കും ഇനി പ്രസിഡന്റിൻ്റെ ചുമതല കൂടി വഹിക്കുക. ശരി, നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.